ഇന്ന് അവനായുള്ള കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ഏറെ നാളുകൾ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച പ്രണയത്തിൻ്റെ മയിൽപീലിത്താള്. ഹരി, എൻ്റെ അപ്പു, അല്ല അപ്പുവേട്ടൻ. ഈ രാവ് പുലർന്നാൽ കാത്തിരിപ്പിന് വിരാമം ഞാൻ തന്നെ കുറിക്കും. അപ്പുവേട്ടൻ ആരാണെന്നല്ലേ? ആ ചോദ്യമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ തോന്നിയതല്ലേ? ആ പേര് മനസ്സിൽ ഉച്ചരിക്കുമ്പോൾ തന്നെ കണ്ണുകളിൽ നിന്നും മഴത്തുള്ളികൾ എൻ്റെ കവിളുകളെ നനയ്ക്കുകയാണ്. എൻ്റെ എല്ലാമെല്ലാമായ അപ്പുവേട്ടൻ, എൻ്റെ പ്രണയം, എൻ്റെ കളിക്കൂട്ടുകാരൻ, മുറിച്ചെറുക്കൻ, എൻ്റെ ഏട്ടൻ. എൻ്റെ വിശേഷണങ്ങളൊന്നും പോരാതെ വരും. എനിക്കിപ്പോഴും എപ്പോഴും തൊട്ടടുത്ത വീടുകളിൽ തന്നെയാണ് താമസം. ഒരുമിച്ച് സ്കൂളിൽ പോയതും കണ്ണിമാങ്ങ പറിച്ച് മുളകും ഉപ്പും കൂട്ടി കഴിച്ചതുമൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ. എന്നേക്കാൾ 4 വയസ്സ് മൂത്തതാണ് അപ്പുവേട്ടൻ. ഞാൻ 10ൽ പഠിക്കുമ്പോൾ പുഴയുടെ അരികിൽ നിന്ന് ആരും കാണാതെ എൻ്റെ കവിളിൽ ഒരു ചുംബനം തന്നപ്പോൾ പിടഞ്ഞുപോയി. എന്തോ ഒരു പ്രേരണയിൽ കൈകൾ അപ്പുവേട്ടൻ്റെ മുഖത്ത് പതിഞ്ഞപ്പോൾ തിരിഞ്ഞൊന്ന് നോക്കാതെ നടന്നകന്നതാണ്. പിന്നീടാണ് താഴെ കിടക്കുന്ന കടലാസ് തുണ്ടിലേക്ക് കണ്ണുകൾ നീണ്ടത്. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: കാന്താരി, ഞാൻ നിന്നെ അങ്ങനെ വിളിക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലെന്ന് അറിയാൻ പെണ്ണേ. കൺമഷി. ആ പേരെൻ്റെ മനസ്സിലാണ് ഞാൻ കൊത്തിവെച്ചത്. ഈ വയസ്സിലുണ്ടാവുന്ന ഒരു ആകർഷണമല്ല പെണ്ണേ. എനിക്ക് നിന്നെ വേണം, എൻ്റെ ജീവിതത്തിൻ്റെ പാതിയായി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്നെ, നിന്റെ കുറുമ്പിനെ, നിന്റെ മിഴികൾ, അങ്ങനെയെല്ലാം. ഞാൻ നാളെ പോവുകയാണ് ബാംഗ്ലൂരിലേക്ക്. ഇനി പഠനം കഴിഞ്ഞാൽ തിരികെ വരും. അതിനു മുമ്പ് നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. എന്ന് നിന്റെ മാത്രം അപ്പുവേട്ടൻ. നഷ്ടബോധം മനസ്സിനെ വേട്ടയാടാൻ തുടങ്ങി. പറയണമെന്നുണ്ടായിരുന്നു എനിക്കും ഇഷ്ടമാണെന്ന്. ഒരിക്കൽ തന്ന മയിൽപ്പീലി ഇന്നും സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ മനസ്സ് സമ്മതിച്ചില്ല. പിറ്റേന്ന് പോകുമ്പോൾ ദൂരെ നിന്നും നോക്കി. ഒരു നോക്ക് പോലും എന്നെ കാണാതെ അന്ന് പോയതാണ്. കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 7ആയി. വരുന്ന കല്യാണങ്ങൾ മുഴുവൻ പഠിക്കണമെന്ന കാരണം പറഞ്ഞൊഴിവാക്കി. ഇപ്പോൾ ജോലിയായി. എൻ്റെ പ്രണയം നാളെ വരും. ഓരോന്നോർത്ത് നേരം പുലർന്നു. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് അപ്പുവേട്ടന് ഇഷ്ടമുള്ള പച്ച നിറത്തുള്ള ധാവണിയും ചുറ്റി കൈകൾ നിറയെ കുപ്പിവളകളിട്ട് അമ്മയോട് പറഞ്ഞിറങ്ങുമ്പോൾ അമ്മ പറഞ്ഞു: മോളെ, അച്ഛൻ ഹരിയെ കൂട്ടിയിട്ട് വരാൻ പോയിട്ടുണ്ട്. അവനെത്തുമ്പോഴേക്കും നീ വരില്ലേ? വന്നിട്ട് വേണം അടുക്കളയിൽ കയറാൻ. അവിടെ തിരക്കല്ലേ, ഏടത്തേക്ക് വയ്യ. കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. മൂളിക്കൊണ്ട് ഞാൻ അമ്പലത്തിലേക്ക് നടന്നു. പച്ച പുതച്ച് വിരിച്ച പോലെയുള്ള നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ നടക്കുമ്പോൾ കാലിൽ മുത്തമിടുന്ന പുൽനാമ്പുകൾ ഓർമ്മിപ്പിച്ചത് എനിക്ക് അപ്പുവേട്ടൻ സമ്മാനിച്ച ചുംബനമായിരുന്നു. തിരുനടയിൽ നിന്ന് തെളിയുന്ന വിളക്കുകൾക്ക് നടുവിൽ നിൽക്കുന്ന കൃഷ്ണനോട് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: അപ്പുവേട്ടനോട് എൻ്റെ പ്രണയം തുറന്നു പറയാനുള്ള ധൈര്യം എനിക്ക് തരണേയെന്ന്. തിരികെ നടക്കുമ്പോൾ കണ്ടു കാറിൻ്റെ പിന്നിലിരിക്കുന്ന ഹരിയേട്ടനെ, അല്ല എൻ്റെ അപ്പുവേട്ടൻ. അതിവേഗം തിരികെ നടന്നു. വീടെത്തുമ്പോൾ അവിടെ ആരുമില്ല. ഞാൻ വേഗം അപ്പുവേട്ടൻ്റെ വീട്ടിലേക്ക് നടന്നു. ഉമ്മറപ്പടിയിൽ നിന്ന് തന്നെ കേട്ടു ശബ്ദം. അകത്തളത്തിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച എന്നെ പിടിച്ചുലച്ചു. ഹരിയേട്ടൻ്റെ തോളിൽ കൈയിട്ട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി. മോഡേണായ വസ്ത്രധാരണം, ആരെയും മയക്കുന്ന സൗന്ദര്യം, മോഹനമായ കണ്ണുകൾ. എൻ്റെ മനസ്സിലൊരു നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട്. ആരോടും ഒന്നും മിണ്ടാതെ ഒരു ചിരിയോടെ ഞാൻ അടുക്കളയിലേക്ക് നടന്നു. പിന്നിൽ നിന്നും കൺമഷി എന്ന വിളി കേട്ട് ഞാൻ തിരിഞ്ഞു നിന്നു. ഒരു ചിരിയോടെ എൻ്റെ അടുത്തേക്ക് നടന്നെടുക്കുന്ന ആ പെൺകുട്ടിയോട് എനിക്ക് എന്തോ ഒരു അകൽച്ച തോന്നി. വൈ ആർ യു ഗോയിങ് സൈലന്റ്ലി? നാട്ടിപ്പുറത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാണോ ഹരി? ഡ്രസ്സിംഗ് ഒക്കെ തനി പഴഞ്ചൻ. അത് കേട്ടതിൽ എനിക്ക് വിഷമം തോന്നിയില്ല. പക്ഷെ അവളുടെ കളിയാക്കലുകൾക്കൊപ്പം പൊട്ടിച്ചിരിക്കുന്ന അപ്പുവേട്ടൻ അതെന്നെ തളർത്തി. എൻ്റെ പ്രണയം നഷ്ടമായി. അല്ലെങ്കിലും ഞാനൊന്നും പറഞ്ഞില്ലാലോ, നോവിച്ചതല്ലേ ഉള്ളൂ. ഹായ്, ഐ ആം സരിക. ഞാൻ ഹരിയുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ നല്ല ക്ലോസ് ആണേ. ഹലോ. ഒരു വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ നടന്നു. അടുക്കളയിൽ എത്തിയപ്പോൾ അമ്മ പറഞ്ഞു: മോളെ, നീ ചെന്ന ഹരിയുടെ മുറിയും മുകളിൽ തന്നെയുള്ള മറ്റൊരു മുറിയും വൃത്തിയാക്കി വെക്ക്. ആ പെൺകുട്ടിക്ക് താമസം ഇവിടെയാണത്രേ. ഒന്നും മിണ്ടാതെ ഞാൻ ചൂലുമെടുത്ത് മുകളിലേക്ക് നടന്നു. പൊടി പിടിച്ച് കിടന്ന ഒരു മുറി മുഴുവൻ വൃത്തിയാക്കി. ഹരിയേട്ടൻ ഇനി എൻ്റെ അപ്പുവേട്ടൻ അല്ലല്ലോ, അപ്പം ഹരിയേട്ടൻ മതി. മുറിയിൽ കയറി ഓരോന്നും ശ്രദ്ധാപൂർവ്വം വൃത്തിയാക്കി. ജനാലക്കരികിൽ നിന്നപ്പോൾ എന്തെല്ലാമോ മനസ്സിൽ കടന്നു വന്നു. നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയ മനസ്സിൻ്റെ തേങ്ങലുകൾ മുറിക്കുള്ളിൽ അലയടിച്ചു. പെട്ടെന്ന് 2 കൈകൾ എന്നെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചു. എന്ന് ഇറുകെ പുണർന്നു. ഒന്ന് തിരിയാൻ കഴിയുന്നതിന് മുമ്പ് കാതോരം വിളിച്ചു: കാന്താരി. അപ്പുവേട്ടൻ. മനസ്സിൽ തുടിതാളം മുഴങ്ങി. എൻ്റെ കഴുത്തിൽ അപ്പുവേട്ടൻ ചുണ്ടുകളുടെ മുദ്രണം പതിപ്പിച്ചപ്പോൾ അന്നത്തെ പോലെ വീണ്ടും ഞാൻ പൊള്ളിപ്പിടഞ്ഞു. കണ്ണുനീർ തുള്ളികൾ അപ്പുവേട്ടൻ്റെ കൈകളിൽ വീണപ്പോൾ എന്നെ തിരിച്ചു നിർത്തി.
നിന്നെ മറന്ന് മറ്റൊരു പെണ്ണിനെ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. നീ എൻ്റെ മാത്രമാണ്. ഒരു ജന്മത്തിലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഈ കാന്താരിയിലെ ആലോചനകളും മുടക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് അറിയാം. ഞാൻ നമ്മുടെ അച്ഛനമ്മമാരെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട് അവർക്ക് നമ്മുടെ കല്യാണത്തിന് സമ്മതമാണ്. എന്നാൽ ആര് പറഞ്ഞു? എനിക്ക് സമ്മതമല്ല. പകപ്പോടെ എന്നെ മാറ്റി നിർത്തി നോക്കി അപ്പുവേട്ടൻ്റെ കവിളിൽ കടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചുമ്മാ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഇത് എന്നെ കളിയാക്കി ചിരിച്ചില്ലേ, അതിനാ കേട്ടോ കാന്താരി. പിന്നെ അപ്പുവേട്ടൻ എൻ്റെ മാത്രം. വേറെ ആരെങ്കിലും നോക്കിയാൽ പോലും ഞാൻ നിങ്ങളെ കൊല്ലും. എൻ്റെ പ്രണയം ഇന്ന് എനിക്ക് മാത്രം സ്വന്തം.